തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, തൃശ്ശൂര് നിങ്ങളുടെ MP ഉണ്ടായതിനു ശേഷം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അടക്കം അവിടെ വലിയ തോതിൽ പ്രചാരണത്തിലും മത്സരത്തിലും ഒക്കെ സജീവമായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷനിലെ 8 വാർഡുകൾ, അതിനപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വാർഡ് നിങ്ങൾക്ക് അവകാശപ്പെടാനില്ലാത്ത നിലയ്ക്ക് നിങ്ങളങ്ങ് എടുത്ത തൃശ്ശൂരിൽ എന്തുകൊണ്ട്? ഞാൻ ആദ്യം അബിൻ വർക്കി പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അബിൻ വർക്കി പറഞ്ഞ അഭിപ്രായത്തോട് മറുപടി പറഞ്ഞിട്ട് മാധുരിനോട് മറുപടി തരാം. അദ്ദേഹം പറഞ്ഞു 2 MP മാർ, രണ്ട് കേന്ദ്രമന്ത്രിമാർ മുന്നോട്ട് നയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. നോക്കൂ, നിങ്ങളുടെ 4 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ 2015 തകർന്ന് തരിപ്പണമായി പോയത് ഈ കേരളത്തിനകത്ത്. അതിനുശേഷം നിങ്ങൾ 19 MP മാരുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ 2ാം തവണയും CPM-ന്റെ മുമ്പിൽ പകച്ചു പോയത് നിയമസഭയ്ക്കകത്ത്. അപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് നിയമസഭയും ലോകസഭയും നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറെയാണെന്ന് അങ്ങേക്ക് ബോധ്യമില്ലാത്തതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് രാഷ്ട്രീയ രംഗത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, മാധു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി തന്നെ പറയട്ടെ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് വരുന്ന സമയത്ത് പണ്ടും ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 1 മുതൽ 10 വരെയുള്ള വോട്ടുകൾക്ക് പരാജയപ്പെട്ട 600ഓളം സീറ്റുകളുണ്ട് മാധു. ഒരുപക്ഷെ അതിനായിട്ട് കൂടുതലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ഥലത്തൊക്കെ ഇവർ കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ സ്വന്തം പഞ്ചായത്തിനകത്ത് 509 വോട്ട് കിട്ടിയ സ്ഥലത്ത് കോൺഗ്രസ് കാപ്പി വോട്ടാണ് അവർ കിട്ടിയത്. എല്ലാം കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് 509 വോട്ട് കിട്ടിയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ 470 വോട്ട് കിട്ടി ജയിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ കൂടുതൽ പിടിച്ചിട്ട് പോലും ജയിക്കാൻ സാധിക്കാത്ത ഇവർ രണ്ടുപേരും ഒന്ന് സഹകരിച്ച് നിന്ന് കൊടുത്തു. ശരിയാണ്, BJP-യുടെ താമര വിരിയണ്ട എന്നുള്ള രാഷ്ട്രീയ അജണ്ടയുള്ള 2 പാർട്ടിക്കാരാണ്. അവർ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങളത് നടപ്പായിക്കൊള്ളാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വോട്ടിൻ്റെ വിജയിച്ചവരുടെ എണ്ണത്തിനകത്ത് വന്നിട്ടുള്ള ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ വളർച്ച കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ ഇന്റേണൽ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സംഘടന പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് കൃത്യമായി ബോധ്യമുണ്ട് എന്താ കാരണമെന്നുള്ളത്. 1 മുതൽ 10 വരെയുള്ള വോട്ടുകൾക്ക് പരാജയപ്പെട്ട നിരവധി സ്ഥലങ്ങളുണ്ട്. അത് ഇവർ തമ്മിലുള്ള ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അവരുടെ രാഷ്ട്രീയന്മാർ നടപ്പിലാക്കിയോട്ടെ, കുഴപ്പമില്ല, അതിനെ കവർ ചെയ്യുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം ഞങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ നിയമസഭയിലേക്കുള്ള ചൂണ്ടുപലക തന്നെയാണ്. തൃശ്ശൂരിനകത്തും ഒരു സംശയവും വേണ്ട, ഞങ്ങളുടെ 6 സീറ്റാണ് ഉണ്ടായിരുന്നത്, 8 സീറ്റായിട്ടുണ്ട്. അവിടെ നടപ്പിലാക്കിയിട്ട് അവിടെ ഇടതുപക്ഷം 12 സീറ്റിലേക്കാണ് തകർന്നടിഞ്ഞ് പോയത്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അവണിശ്ശേരിയിൽ അബിൻ വർക്കി പറഞ്ഞ പോലെ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. 7-7 അബിൻ വർക്കി നമ്മൾ അവണിശ്ശേരിയിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ പാർലം പഞ്ചായത്ത് എന്തുകൊണ്ട് കണ്ടില്ല? അതേപോലെ തന്നെ വല്ലച്ചർ പഞ്ചായത്ത് എന്തുകൊണ്ട് കണ്ടില്ല? അതേപോലെ രാഷ്ട്രീയം ഒരു സഖ്യസാധ്യതയുമില്ലാത്ത ഒരു, അതായത് ഒരു ഭരണകൂടം നിർമ്മിക്കുന്നതിനുള്ള ഒരു സഖ്യസാധ്യതയുമില്ലാത്ത മണ്ഡലങ്ങളും ഏറെയാണ്, പഞ്ചായത്തുകളടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ ഏറെയാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ബാക്കി പത്രമാണ്. അല്ല, തൃശ്ശൂരിനകത്ത് ചാലക്കുടി മുതൽ തിരുവല്ലാമല വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുണ്ട് മാധു. ഞങ്ങൾ അക്കൗണ്ട് തുറക്കാത്ത പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അവണൂർ പോലെയുള്ള, കോലഴി പോലെയുള്ള നിരവധി പഞ്ചായത്തുകൾ അതിന് ഉദാഹരണമാണെന്ന്. ശരി അല്ല, അതിലൊന്നും തർക്കമില്ല. നിങ്ങൾക്ക് പലയിടങ്ങളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ വോട്ട് ശതമാനത്തിന്റെ കാര്യം അഡ്വക്കേറ്റ് അബിൻ വർക്കി ചൂണ്ടിക്കാണിച്ചത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനടക്കം അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ശരി, പക്ഷേ ഇതാ നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്.